ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചിലർ പറയാറുണ്ട് ഞാൻ ഉംറക്ക് പോവുകയാണ്, ചിലർ പറയും ഞാൻ മദീനക്ക് പോവുകയാണ്, ദ്വാരക്കണം. പക്ഷേ ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ ഹബീബിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. കാരണം പണ്ട് ഒരു കൂട്ടർ പറഞ്ഞു ഈസാ നബി അലൈഹിസ്സലാം റൂഹുള്ളയാണ്, മറ്റൊരു കൂട്ടർ പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാം കലീമുള്ളയാണ്, വേറൊരു കൂട്ടർ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുള്ളയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അന ഹബീബുള്ള, ഏറ്റവും ഉന്നതമായ പദവി. ആ പേര് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂട്ടിച്ചേർക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മഹാന്മാരായിട്ടുള്ള പല ആളുകളും ആ പേര് തന്നെ പറയാൻ ഭയപ്പെട്ടിട്ടുണ്ട്. പലരും ആ പേര് പറഞ്ഞത് ഒതോടുകൂടിയാണെന്ന് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അത്രയും പരിപാവനമായ ആ നാമങ്ങൾ. ഹബീബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മൾ ഹബീബ് എന്ന് പറയും. ആ ഹബീബിനോട് അർത്ഥം നമ്മുടെ മനസ്സിൽ കരുതുന്നത് വേറെയാണെങ്കിലും ആ പദപ്രയോഗം നമ്മൾ ചെയ്യുന്ന ഹബീബ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത്, നമ്മുടെ കൂട്ടുകാരൻ എന്ന് പറയത്തക്ക വിധത്തിലുള്ള അർഹത നമുക്കുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം നാം ആ പേര് ഉച്ചരിക്കേണ്ടത്.